ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. നമ്മുടെ കാക്കൂൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗ്. നമ്മൾ അതിൻ്റെ ഷോർട്സും ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് വെയിറ്റിംഗ് ആണ് എൻഗേജ്മെൻറ്റ് വ്ളോഗ് എപ്പോഴാണ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജും അങ്ങനെ ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് നമ്മളിതാ ഇറക്കിക്കണം. രാവിലെ നീച്ചതും ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കൽ പരിപാടി അങ്ങോട്ട് ആരംഭിച്ചു. കാരണം ഞാൻ ചിലപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാനേ പറ്റിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതങ്ങനെ ഒരു ഫ്ലോയിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്നില്ല. ഫസ്റ്റ് ഒരു ഇൻട്രോ അതൊന്നും കിട്ടൂല നമുക്ക്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ പറയണമെന്നില്ല, കാരണം ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യണത്. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ എൻ്റെ ഓൺ വോയിസിൽ ചെയ്യണതാണ്. അത് പറ്റിയില്ല ഗൈസ്. പിന്നെ രാവിലെ നീച്ച് കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് ഇതപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ഇടുക എന്നുള്ള ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത്. ഹാമ്പേഴ്സൊക്കെ വന്നിക്കണു എന്നുള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നേരെ കാക്കും ഞാനൊക്കെ ഹാമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി മേക്കപ്പ് ഇടാമെന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കോൾ വന്നിട്ട് ഹാമ്പേഴ്സ് എടുക്കാൻ പോകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ അതെടുക്കൽ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി മേക്കപ്പ് ഇടാമെന്ന് എഴുതി വന്ന് നോക്കിയപ്പോഴോ വീട്ടിൽ കറണ്ടില്ല. സന്തോഷം സമാധാനം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് നല്ല സൂപ്പറായിട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആ ടൈമിൽ അങ്ങോട്ട് കറണ്ട് പോകും. ചിലപ്പോൾ പകുതി എത്തിയിട്ട് കണ്ണെഴുതിൽ പകുതി ആകുമ്പോഴത്തേനായിരിക്കും കറണ്ട് പോയിട്ടുണ്ടാവുക. പിന്നെ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു, ഇനി കറണ്ട് വരൂലേ, പോകണം കറണ്ട് വരൂലേ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ കറണ്ട് വന്നപ്പോൾ വേഗം എടുത്ത് വെച്ചതാണിത്. ഇനി നമ്മുടെ മേക്കപ്പ് എന്ന ഘട്ടത്തിലോട്ട് നമുക്ക് പോകാം. ഞാൻ മേക്കപ്പ് ചെയ്യണതും കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ പഠിച്ചിട്ടില്ല, കാരണം ഒരുപാട് ലോങ് ആവും. ഞാൻ അത് ഷോർട്സ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഫൈനലി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസിൻസും ബന്ധുക്കളും റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ആകെ പരിപാടി വണ്ടിയിൽ കയറുക, അങ്ങോട്ട് എത്തുക, അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ വരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിൻ്റെ നമ്മുടെ താരം നമ്മുടെ കാക്കുവാണ് ഗൈസ്. കാരണം കാക്കുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലോ. കാക്കുവിനെ ഇതിൽ പിടിച്ചൊന്ന് പെടുത്താൻ ഞാൻ പെടുന്ന പാടോൻ അങ്ങനെ ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നിൽക്കൂല. ഞാൻ ഇടങ്ങാറായിട്ടാണ് പിടിച്ച് നിർത്തിക്കണത്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വരൻ നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും വരൻ്റെ ബാക്കിലാണ് പോകുന്നത്. ഞാൻ റെഡി ആയിട്ട് മാറ്റി വീടിന് പുറത്ത് വന്നപ്പോൾ എല്ലാവരും പോയോ, കാക്കുവിന് ഫൈനൽ ലുക്ക് എടുക്കാൻ പറ്റൂലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഓനിങ്ങനെ ചിരിച്ച് പുഞ്ചിരിയോടെ നിൽക്കണത് കണ്ടു. അങ്ങനെ പിന്നെ ഞാൻ ഓനെ പെടുത്തി. നമ്മുടെ കല്യാണ ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യാണ് ഞാൻ കാക്കുവിനെ. അതാണ് ഓനിങ്ങനെ ചിരിച്ചിട്ട് പോയത്. വാപ്പ പിന്നെ ഫുൾ സീരിയസ് ആയിരുന്നു ഗൈസ്. ഈ വാപ്പാൻ എനിക്ക് ഈ വ്ളോഗിൻ്റെ തോനപ്പെടുത്താനേ ഇട്ടിട്ടില്ല. വാപ്പ പിന്നെ വണ്ടി വന്നു അവിടേക്ക് ചെല്ലി ഇങ്ങോട്ട് ചെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ ഫുള്ള് സീരിയസ് ആയിരുന്നു. അതുകൊണ്ട് ഇച്ച് വാപ്പാനും വല്ലാതെ കിട്ടിയില്ല. പിന്നെ കാക്കു ഓൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിരുന്നു. അങ്ങനെ പിന്നെ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഓന് കാറിൽ വരുമല്ലോ. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തൊടു കൂടെ നടന്നു പോയി. നമ്മൾ കുറേ പേര് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രാവലറിലാണ് പോയത്. 2 ട്രാവലർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ടൂർ വൈബൊക്കെ കിട്ടുമല്ലോ. കുറേ പേര് ഒരു വണ്ടിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അതൊക്കെ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി സെറ്റപ്പ് ആയിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്നു ഗൈസ്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ബസ്സിൻ്റെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ പോയിരിക്കണം എന്നുള്ളത്. അത് നമ്മുടെ കാക്കുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നാണ് എനിക്കത് സാധിച്ചത്. അങ്ങനെ ഞാൻ ബാക്കിലിരുന്ന് സെറ്റപ്പായി കുത്തിരുന്നു. എല്ലാവരും നല്ല വൈബ് അടിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ട്രാവലറിൽ എല്ലാവരും സീറ്റ് ഇതായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അടുത്ത ട്രാവലർക്ക് പോയി. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് സെറ്റപ്പായി. ഇനി നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇനി നമ്മളെല്ലാവരും ചില്ലടിച്ച് പോകാൻ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് എത്തിയപ്പോൾ എൻ്റെ ഫോണ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം ഓൻ്റെ അടുത്ത് ഇനി എല്ലാ വീഡിയോസും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കയ്യിൽ ഓനെ അങ്ങോട്ട് ഏൽപ്പിച്ചു ഞാൻ. കാരണം ആ തിരക്കിൽ ചിലപ്പോൾ ഞാൻ ഒക്കെപ്പാടെ എനിക്ക് വീഡിയോ എടുക്കാനും ഒക്കെപ്പാടെ എനിക്ക് പറ്റൂല. അപ്പോൾ ഞാൻ ഓൻ്റെ കയ്യിൽ കൊടുത്തു. അല്ലാത്ത നേരത്തെ ഞാൻ എൻ്റെ കുറച്ച് പട്ടിഷ ഇറക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോർട്സും ഈ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരുടെയും വിചാരം ഇപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ ഞാൻ അതിട്ടത്. അപ്പോൾ പലരുടെയും വിചാരം ഞാൻ ഇതുവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അതായത് എൻഗേജ്മെൻറ്റ് ഇനി വരുന്നുള്ളൂ എന്നാണ്. അങ്ങനെയല്ല ഗേസ്, ഞാൻ നിങ്ങളുടെ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഈ സ്റ്റഡി ലീവിൻ്റെ ടൈമിലാണ് ഈ എൻഗേജ്മെൻറ്റും ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞു. ആ എക്സാം കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്താക്കണത്. നവംബർ 24-നായിരുന്നു നമ്മുടെ കാക്കുവിൻ്റെ എൻഗേജ്മെൻറ്റ്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നത് ഡിസംബർ 9-നായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കണക്ക് കൂട്ടൽ. ഞാൻ എല്ലാതും വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈം കിട്ടുമ്പോൾ
എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര കുറച്ച് പകുതിയായപ്പോൾ ആരൊക്കെ ബിസ്ക്കറ്റും എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ചില്ലൊക്കെ അടിച്ചിട്ട് പോയിരുന്നു. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട്, അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ചെറുക്കന്മാർ ഫുള്ള് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ തിന്നവരെ ഇങ്ങനെ നോക്കിയിരിക്കുക, പുറത്തേക്ക് നോക്കിയിരിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികളായിരുന്നു. നമ്മൾ അഥവാ അതിലിട്ട് തുനിഞ്ഞിറങ്ങിയാൽ നമ്മുടെ മുടി കൊളാവും, ഷാള് കൊളാവും, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ അങ്ങോട്ട് കൊളായി കിട്ടും. അതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തേക്കേ നോക്കിയിരുന്നില്ല. ഒരു ചെക്കന്മാർ എൻജോയ് ചെയ്തോട്ടെ, എന്തൊക്കെ പാട്ടുകളും ഒക്കെ ആയിരുന്നു ഓരിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ പാട്ടുകൾ ഞാൻ അന്ന് കേട്ടു. ഞാൻ പിന്നെ ഞാൻ തള്ള വൈബാവണുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല അണിയറ പ്രവർത്തകരും ഉണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വീഡിയോ എടുത്തു തരാൻ വേറെ ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ വീഡിയോ എടുത്തു തരും പല ആൾക്കാരും. അങ്ങനെ പല പിന്നണി പ്രവർത്തകർ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പിന്നണി പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മളുടെ സ്ഥലം നമ്മൾ റീച്ച്ഡ് ആയിട്ടുണ്ട് ഗൈസ്. സ്ഥലം എത്തിയപ്പോൾ തന്നെ എല്ലാവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ആകെപ്പാടുള്ള ഒരു വ്ളോഗർ ഞാനാണ്. ഒരു നിമിഷത്തേക്ക് ഇവരൊക്കെ വ്ളോഗറായോന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് തെരിച്ചു പോയി, കാരണം ഓരൊക്കെ വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാണ്. നമ്മൾ ഈ കുലുങ്ങി പോകുകയാണെങ്കിൽ നമ്മൾ വ്ളോഗ് എടുക്കാൻ മറക്കുകയില്ല. സ്ഥലം എത്താനാകുമ്പോഴത്തേനും ഞാനിത് അബൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, വീഡിയോ സെറ്റാക്കിയിട്ട് എടുത്തായിരുന്നു. ഇവനായിരുന്നു എൻ്റെ ക്യാമറമാൻ. അവിടെ എത്തിയതിന് ശേഷം ഇവനായിരുന്നു നമ്മുടെ ക്യാമറമാൻ. കാരണം അവിടെ എത്തിയാൽ എനിക്ക് എൻ്റെ ഫോണൊന്നും കയ്യിലെടുക്കാൻ ഒരു ഒഴിവ് കിട്ടൂല. അപ്പോൾ ഞാൻ ഓനെയാണ് പറഞ്ഞേൽപ്പിച്ചിരുന്നത്, ഈ ഒക്കെ സെറ്റാക്കി തരണം, ഈ സൂപ്പറാക്കി എടുത്തരണം എന്നുള്ളത്. അങ്ങനെ അവിടേക്ക് എത്തിയതും ഓൻ്റെ കഴിവ് തെളിയിച്ചു തുടങ്ങി. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ആത്മാർത്ഥത കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഇത് സൂപ്പറാക്കി തരുമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ആ വ്ളോഗ് എന്നുള്ളൊരു ടെൻഷൻ അടിച്ചതേ ഇല്ല, കാരണം ഇവനൊക്കെ എടുത്ത് നന്നായിട്ട് സൂപ്പറായിട്ട് വെറുപ്പിച്ചായിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. ട്രാവലറിൽ വന്നവരും കാറിൽ വന്നവരും ഒക്കെ ഒരു സ്ഥലത്ത് നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. പിന്നെ ട്രാവലർ ഇതിൽ കൂടെ പോകുമെന്ന് നമുക്ക് ഡൗട്ടായി. അതുകൊണ്ട് ട്രാവലറിൽ വന്നവരൊക്കെ നടന്നു പോയി. പിന്നെ കാറിൽ വന്നവരൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഗൈസ്. ക്യാമറമാൻ എല്ലാവരും ഒരു നിമിഷത്തേക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. ഇവനാണ് ഇനി നമ്മുടെ ക്യാമറമാൻ. അവിടെയുള്ള ഓരോ ക്ലിപ്പുകളും അവനാണ് പകർത്തിയെടുത്തിരിക്കുന്നത്, നമ്മുടെ ഷിയാസ്. അവരുടെ വീട്ടിലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് പോണത്. നമ്മുടെ അമ്മു ചേച്ചിയും എല്ലാവരും ഉണ്ട്. പക്ഷേ ജിത്തു ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ജിത്തുവിന് അധികം ലോങ് പോയാൽ വോമിറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള പ്രശ്നം കൊണ്ട് ഓരുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മു ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെയൊക്കെ നടത്തിച്ചിട്ട് നമ്മുടെ ചെറുക്കൻ അതാ വണ്ടിയിൽ സുഖമായിട്ടിരുന്ന് പോകുന്നുണ്ട്. നമ്മളൊക്കെ നടന്നിട്ടാണ് പോണത്. കാറൊക്കെ വരും, പക്ഷേ ട്രാവലർ വരുമോ നമുക്ക് ചെറിയ ഡൗട്ടായി. അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടതായിട്ട് നമ്മളെല്ലാവരും നടന്നു പോയി ഗേസ്. അത്രയേ ഉള്ളൂ. നടന്നിട്ടാണെങ്കിലും ചാടിയിട്ടാണെങ്കിലും എൻ്റെ പട്ടി ഷോക്കൊന്നും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. അങ്ങനെ വരനും വരൻ്റെ ടീമും ലാൻഡ് ആയിട്ടുണ്ട്. വരന് കാറിനാണെങ്കിലും വരൻ തിരി വൈകിട്ടാണ് വന്നത്. നമ്മൾ നടന്നിട്ടാണെങ്കിലും വരനെക്കാട്ടിലും ഫസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കയ്യിൽ പിടിച്ചു. ഇനി അതാണല്ലോ മെയിൻ, ഇനി അത് പിടിച്ചിട്ടാണല്ലോ നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കാക്കു അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അത് പിടിച്ചിട്ട് ഓൻ്റെ പിന്നാലെ പോയി. പിന്നെ ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ തന്നെ നിൽക്കണത്, മുന്നിക്ക് വരാതെ നമ്മൾ അവിടെ തന്നെ നിൽക്കണത്. ഫോട്ടോക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാണ് ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം മുതൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് കുടുങ്ങി. അങ്ങനെ അവസാനം നമ്മൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കാക്കു ഫ്രണ്ടിൽ പോകും, നമ്മൾ ഇതൊക്കെ പിടിച്ചിട്ട് പിന്നാലെ പോകും. പിന്നെയും കാക്കു ഒന്നും കൂടി ഫ്രണ്ടിൽ പോകും, പിന്നെയും ഞങ്ങൾ പിന്നാലെ പോകും. അപ്പോൾ പറയും ഒന്ന് ഫ്രണ്ട് പോയിട്ട് പോസ്റ്റ് ഇടണം പറയും. അപ്പോൾ നമ്മൾ ബാക്ക് പോയിട്ട് പോസ്റ്റ് ഇടും. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മൾ അവസാനം ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് അവസാനം ഒരു വക്കത്തേക്ക് എത്തിച്ചു. കുറച്ച് ആർഭാടായിക്കോട്ടെ കരുതിയിട്ട് ഞാൻ കുറച്ച് ഇടയിൽ സ്ലോമോ കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരു മാസമൊക്കെ ഒന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇടയിൽ സ്ലോമോ ആക്കിക്കണത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ പോസ്റ്റ് ഇടലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ ഈ ഹാമ്പേഴ്സൊക്കെ കൊണ്ടേ വെക്കുകയാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാലും ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് ഭയങ്കര ഇതിലൊക്കെ ഈ ഹാമ്പറും പിടിച്ചുകൊണ്ട് പിന്നാലെ പോയി. അങ്ങനെ നമ്മളെല്ലാവരും ഇതൊക്കെ പാടെ പിടിച്ചിട്ട് ഒരു ടേബിളിൽ കൊണ്ടേ വെച്ചു. അപ്പോൾ നമുക്ക് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നവരുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെന്നതും എൻ്റെ ഭാവി നാത്തോൻ റെഡിയൊക്കെ ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നതും നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്തു. പിന്നെ അതൊക്കെ ചേഞ്ച് ആക്കി വന്നിട്ട് നമ്മൾ ബൊക്കയും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്ന ഹാമ്പേഴ്സും ഒക്കെ ഓരോരുത്തരായിട്ട് കൊടുത്തു. ആദ്യം ഞാൻ കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കിൽ അടുത്താൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കസിൻസും എല്ലാവരും ഹാമ്പേഴ്സൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ മുഖം റിവീൽ ചെയ്യാത്തത് കാക്കുവിൻ്റെ കല്യാണത്തിന് റിവീൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പേരും മുഖമൊക്കെ നമ്മൾ അന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാക്കു റിങ് ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തു. ഇതൊക്കെ വീഡിയോ എടുത്തത് എൻ്റെ ക്യാമറമാനാണ്. എൻ്റെ ക്യാമറമാനോട് ഞാൻ പ്രത്യേകം നന്ദി പറയണു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ
കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അവരുടെ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ മധുരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. ഉറപ്പായിരുന്നു അവിടേക്ക് എത്തിയാൽ എനിക്കൊന്നും ക്ലിപ്പുകൾ എടുക്കാൻ പറ്റൂല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഷിയാസിനെ അതൊക്കെ ഏൽപ്പിച്ചത്. ഓന് കൃത്യമായിട്ട് അവിടെ ഇവിടെ എവിടേക്കേ നുള്ളി പെറുക്കിയിട്ട് എനിക്ക് എടുത്ത് തന്നിക്കണു. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനി നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വ്ലോഗ് അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷിയാസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി രക്ഷപ്പെട്ടു. കാരണം അവിടെ എത്തിയാൽ നമ്മൾ ഇതിൻ്റെ തിരക്കിൽ നമ്മൾ ഈ വ്ലോഗ് എടുക്കൽ നമുക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ ഓനെ ഏൽപ്പിച്ചതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയും മുട്ടിച്ചുന്ന രീതിയിലൊരു വ്ലോഗ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോണ തിരക്കിൽ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ആ ഒരു വൈബിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാൻ നേരത്തെ ഒരു 4 മണി 4:30 ആയിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടി നമ്മുടെ തൊടുവിൽ കൂടെ നടന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ഒന്ന് അങ്ങോട്ട് എത്തിയാൽ മതി. കാരണം നമ്മളെല്ലാവരും നല്ലോണം കുഴഞ്ഞിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാക്കുവിൻ്റെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ വ്ലോഗ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ, നമ്മൾ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കാക്കു എത്തുക കേട്ടോ. കാരണം അവന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അവിടെ നിന്നതുകൊണ്ട് കുറച്ച് വൈകി. അതുകൊണ്ട് വ്ലോഗ് വൈൻഡപ്പ് ആക്കുമ്പോൾ ഓനെ കിട്ടിയില്ല. സാരല്ല, അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.